ഹായ്, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൽഹിയിലെ എപ്പിസോഡുകളാണ്. ഡൽഹിയിലെ ഹുമയൂൺസ് ടോംബിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഹുമയൂൺ ടോംബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹുമയൂണിൻ്റെ ഭാര്യയായ ബീഗം അദ്ദേഹത്തിൻ്റെ ശവകുടീരം അദ്ദേഹത്തിൻ്റെ മരണശേഷം നിർമ്മിക്കുകയുണ്ടായി. അങ്ങനെയുള്ളൊരു വലിയൊരു ഹുമയൂണിൻ്റെ ശവകുടീരം കാണാനാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത്. ഡൽഹിയിലെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഹുമയൂൺ ടോംബിൻ്റെ ടിക്കറ്റ് എൻട്രിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 5:50 അങ്ങ് ദൂരെ എത്തിപ്പോയി. നമ്മൾ ഹുമയൂൺ ടോംബിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കൺഫ്യൂഷൻ, ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ എന്ന് കരട് അറിയില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. രാവിലെ നല്ല തണുപ്പുണ്ട്. ഇവിടെ കുറേ സ്കൂൾ സ്റ്റുഡൻസ് എല്ലാം പിന്നെ ഹുമയൂൺ ടോംബിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അൻവയിങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുക. അൻവേ ഇതാ, ഇവിടെ കുറേ സ്കൂൾ സ്റ്റുഡൻസ് നമുക്കിവിടെ ഹുമയൂൺ ടോംബിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. രാവിലെ ആൾക്കാരെല്ലാം ഇതാ സ്ട്രീറ്റ് ഫുഡുകൾ ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ആലു പൊറോട്ട ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ചെറിയ പിള്ളേർ ഇതാ കുറേ ചെറിയ പിള്ളമാരെല്ലാം സ്കൂൾ പിള്ളേരാണ് ഇവിടെ ഹുമയൂൺ ടോംബിലേക്ക് പോകുന്നത്. ഇവിടെ ഹുമയൂൺ ടോംബിൻ്റെ ഫ്രണ്ട് ഗേറ്റ് ഉണ്ട്. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്തെ വീഡിയോ യൂട്യൂബ് नाम क्या मेक टाइम टू सी द वर्ल्ड. നമുക്ക് ആ ടിക്കറ്റ് കുറേ പിള്ളേരോട് വന്നിട്ട് ടിക്കറ്റ് കൗണ്ടർ കൊണ്ട് കയറാം. വാ, നമ്മൾ അകത്ത് കയറിയിട്ടാണ്. അകത്ത് കയറുന്നതിന് കുറേ സ്കൂൾ പിള്ളേന്മാരുണ്ട് ഹുമയൂൺ ടോംബിൽ വന്നിരിക്കുന്നത്. നല്ല എന്തോ ഇവിടെ ഇങ്ങനെ സ്കൂൾ ടൂറോ പരിപാടി എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ പിള്ളേന്മാർ കണ്ടഞ്ഞി നല്ല 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 തൊപ്പിയിലിട്ടിട്ട് നല്ല ഇതില് എന്തായാലും നല്ല രസമുണ്ട്. കുറേ പിള്ളമാരുള്ളതുകൊണ്ട് തന്നെ ഇഷ്ടം. स्कूल का नाम क्या है? 44. हाँ बिहार. दिल्ली नहीं है? दिल्ली में पे है ना? 91. हाँ. അടിപൊളി കേട്ടോ പിള്ളമാരെ ഇഷ്ടംമാരി. യൂട്യൂബ് ചാനൽ മേക്ക് ടൈം ടു സീ ദ വേൾഡ്. സാറുമാരെല്ലാം കൂടിയിട്ട് സ്കൂളിൽ പിള്ളേർ നല്ലോണം കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ചെറിയ ചെക്കൻ ചാനലിൻ്റെ പേര് നമ്മളോട് ചാനലിൻ്റെ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്തു. ചാനൽ മേക്ക് ടൈം ടു സീ. വ്ളോഗ് മേക്ക് ടൈം ടു സീ ദ വേൾഡ്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹുമയൂൺ ടോംബിൻ്റെ എൻട്രൻസിനാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞാൽ തന്നെ ഒരുപാട് സ്കൂൾ പിള്ളേർ വന്നുകൊണ്ട് തന്നെ നല്ല വൈബുണ്ട്. ഏകദേശം ഒരു താജ്മഹലിൻ്റെ അതേ ഇതിലാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, നമ്മൾ കയറും തന്നെ ശരിക്കും നമ്മൾ താജ്മഹലാണോ എന്ന് നമുക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നും. കണ്ടോ എന്താ രസം കാണാൻ. വാവ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ അടിപൊളി വ്യൂ അല്ലേ. ശരിക്കും നമ്മൾ ആദ്യത്തെ നമ്മൾ വിചാരിക്കും ഒരു താജ്മഹലിൽ അതേ ഇതിലാണ് ഡിസൈനിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഹുമയൂൺ ടോംബ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹുമയൂണിൻ്റെ വൈഫ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിന് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു ശവകുടീരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അൻവൈത് എന്ന സംഭവം എന്താ പറയുക എനിക്ക് പറഞ്ഞട്ടെ. നമ്മളെ ഹുമയൂൺ രാജാവിൻ്റെ ശവകുടീരം. നമുക്ക് അകത്ത് കയറാം. നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു രസമായിട്ടാണ്. ശരിക്കും താജ്മഹൽ പോലെ തന്നെ ഏകദേശം കാണാനുള്ളത്. ഷാജഹാൻ്റെ ഓരോ നിർമ്മിതികൾ ഷാജഹാനല്ല ഇത് ഉണ്ടാക്കിയത്. ഷാജഹാൻ്റെ ഹുമയൂണിൻ്റെ ഭാര്യ ബീഗമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല രസമാണ്.
അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പോകുന്നതാണ്. ഒരുപാട് സ്കൂൾ പിള്ളേരിലുകൊണ്ട് നല്ല സൗണ്ട് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തേക്കുള്ള വരുന്ന വഴികൾ. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ കുറച്ച് മേലോട്ട് കയറാനുള്ളൊരു വഴിയുണ്ട്. പിള്ളേന്മാരൊരു സൗണ്ട് നോക്കിയിട്ട് പിള്ളേന്മാർ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു രക്ഷയില്ല സൗണ്ട് ഉണ്ടാക്കി കേട്ടോ. കയറിക്കോ. ഇങ്ങനെ കുറച്ച് കയറിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നല്ല അടിപൊളി വൈബ് ആയിട്ടാ. ഡൽഹി വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും വിസിറ്റ് ഒരു സംഭവമാണ് ഹുമയൂൺ സ്റ്റോംബ്, ഹുമയൂണിൻ്റെ ശവകുടീരം. ഒരു രക്ഷയില്ല. വാ, ഇവിടെ വലിയൊരു മൈതാനം പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എന്താണ് വ്യൂ, അടിപൊളി അല്ലേ? എന്താ രസമാണ്, ഒന്നും പറയാനില്ല. പക്ഷേ ഈ ഒരു കൺസ്ട്രക്ഷൻ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ? രക്ഷയില്ലാത്ത ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഇതാ വാവ്, ഒന്നും പറയില്ല, അമേസിങ്. നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി അല്ല എന്താ പറയുക, ആ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ ഈ ഒരു സംഭവം ഒന്നും പറയില്ല, അത് അത്രത്തോളം ഗംഭീരമാണ്. രാവിലെ തന്നെ വരികയാണെങ്കിൽ നല്ലൊരു ഇത് കിട്ടും അല്ലേ? ഇത് വലിയൊരു ബിൽഡിങ് തന്നെയാണ്. ഇപ്പം രാജാവിൻ്റെ ശവകുടീരം എവിടെ ഇല്ലെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ള ശവകുടീരം എവിടെയാ? ഇതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റും, നോക്കാലോ. ഇതാണോ ഇതിൻ്റെ അകത്ത്? നോക്കിയിട്ട് ഇത് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഒരു വേ ഇവിടെ കാണുന്നില്ല. ശരിയില്ല, ഇതല്ല. ഇവിടെ വലിയൊരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട സ്കൂൾ പിള്ളേരെല്ലാം പുറത്ത് പോയി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കളിക്കുന്നുണ്ട്. ഇതിന് ചുറ്റും ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഒരു ഗാർഡൻ പോലെ ഏക്കർ കണക്കിന് ഉള്ള ഒരു ഏരിയ ആണ് ഈ ഹുമയൂൺ സ്റ്റോംബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നടുക്കാണ് ഈ ഒരു താജ്മഹൽ ആകൃതിയിൽ ഒരു കൺസ്ട്രക്ഷൻ കാണാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം എവിടെയുള്ളത്. വാവ്, കയറിക്കോ. നമ്മുടെ എൻട്രൻസിലേക്ക് കയറാൻ പോകാം. വാ, നമുക്ക് ഹുമയൂണിൻ്റെ ശവകുടീരം കാണാം. കയറിക്കോ. വീണ് അകത്ത് സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ലേ, സൗണ്ട് ഉണ്ടാക്കാണ്ട് കയറിക്കോ. അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഹുമയൂണിൻ്റെ ശവകുടീരം എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്, അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് സംഭവം കണ്ടോ. ഇതൊരു പഴയ മോഡലിലൊരു പള്ളീൻ്റെ ആകൃതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കണ്ടോ. ഇവിടെ ഒരുപാട് ശവകുടീരങ്ങളുണ്ട്. ഹുമയൂണിൻ്റെ മാത്രമല്ല, ഹുമയൂണിൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ ഒരുപാട് ശവകുടീരങ്ങൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ വേറൊരു ശവകുടീരങ്ങൾ കാണാൻ പറ്റുമായിരിക്കും. ഒന്ന് ഇവിടുത്തെ അവരെ അമ്മേൻ്റെയും അനിയത്തിൻ്റെയും ചേച്ചിമാർ ചേട്ടന്മാരെല്ലാം ശവകുടീരങ്ങൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ പേരൊന്നും എഴുതിയില്ല. ഇവിടെ ഇങ്ങനെ ശവകുടീരങ്ങൾ കാണാൻ പറ്റും. പക്ഷേ നല്ലൊരു വൈബാണ്, നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക തരം ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ വന്നാൽ നമുക്കിവിടെ കിട്ടുക. ഇവിടെ എല്ലായിടെയും ഓപ്പൺ അല്ല, ഒരു ഭാഗത്തെ കൂടി മാത്രമേ നമുക്ക് കയറാൻ പറ്റും. കണ്ടോ. ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. നല്ല രാവിലെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രസത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞത്. അകത്തും അതേപോലെ തന്നെ പുറത്തും നമുക്ക് ഒരുപാട് ശവകുടീരങ്ങൾ കാണാൻ പറ്റും. ഇവിടെ പ്രത്യേകിച്ച് പേരും കാര്യങ്ങളും എഴുതാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയാൻ പറ്റത്തില്ല. കണ്ടോ, ആ സൈഡിൽ നമുക്ക് ഒരുപാട് ശവകുടീരങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയുണ്ട് കുറേ ശവകുടീരങ്ങൾ. ഓക്കെ, ആരാ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ റെഡ് ഫോർട്ട് ഉണ്ട്, ജുമാ മസ്ജിദ് ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. പിന്നെ ജുമാ മസ്ജിദിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഒരുപാട് ചാന്ദിനി ചൗക്കിൻ്റെ ഏരിയയിൽ ഒരുപാട് ഡൽഹിയിലെ സ്വീറ്റ്സിൻ്റെ ഷോപ്പുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണാം. ഹുമയൂൺ ടോംസിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടാക്കിയതാണ്, പക്ഷേ അതിൻ്റെ എന്തൊക്കെയാണ് സ്റ്റോൺസ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് മറ്റുള്ള സംഭവങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അത് നിങ്ങൾ ജസ്റ്റ് പോസ് ആയിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക.
ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് ഇറങ്ങിയാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അപ്പോൾ അനുവേ നമുക്ക് അടുത്ത് പോകുന്നത് നമുക്ക് റെഡ് ഫോർട്ട് കാണാനുണ്ട്, ജുമാ മസ്ജിദ് കാണാനുണ്ട്. ഏകദേശം അതിൽ അടിപൊളിയുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് വിടാം. ഇപ്പോൾ കുറേ സ്കൂൾ പിള്ളേരെല്ലാം വന്നിട്ട് ഭയങ്കര തിരക്കാവുന്നുണ്ട്. രാവിലെ തന്നെ വരികയാണെങ്കിൽ നല്ലൊരു വൈബോടെ നമുക്കിവിടെ വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ല തിരക്കാണ്ടോ. ഇതാണ് നമ്മുടെ എംപറർ ഹുമയൂണിൻ്റെ ഫോട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു മ്യൂസിയം പോലത്തെ ഒരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ യുനെസ്കോൻ്റെ അണ്ടറിലുള്ള ഒരു ഹെറിറ്റേജ് സൈറ്റാണ്. 2007 മുതൽ യുനെസ്കോ ഏറ്റെടുത്ത് നടന്നൊരു സംഭവമാണിത്. പിന്നെ 2016 additional monument includes 6 standing with the standard nursery were included in the expanded human tomb world heritage site, which is now 67 acres in area with buffer zone and 1 acre. അതായത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് നഴ്സറി വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ. നമ്മളിപ്പോൾ പോയ ഹുമയൂൺ ടോംബിൽ ആ ഫ്രണ്ട് ബിൽഡിംഗ് മാത്രമല്ല, അതിന് കൂടാതെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു ദിവസം ഫുള്ള് കാണാനുള്ള അത്രയും ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ട് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. കണ്ടോ, ഇവിടെ എല്ലാം ഉണ്ട്. ഓരോ സംഭവങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വാ, ഹുമയൂൺ ടോംബിൻ്റെ ആ മാസ്മരിക ആർക്കിടെക്ചറെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് റെഡ് ഫോർട്ടിലേക്കാണ്. ഇതിന് മുന്നേയുള്ള വീഡിയോസ് കുറേ വീഡിയോസ് നമ്മൾ ഡൽഹിയിലെ വീഡിയോസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മണാലിയിലെ വ്ളോഗുകൾ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക. മാക്സിമം നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ളോഗ് നമ്മൾ 2-3 ദിവസത്തെ ഒരു ഡൽഹിയിലെ വ്ളോഗായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ റെഡ് ഫോർട്ടിലെ കാഴ്ചകളായിട്ട് നമുക്ക് കാണാം. നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? റെഡ് ഫോർട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇത്. സൈക്കിൾ റിക്ഷ, ഡൽഹി സൈക്കിൾ റിക്ഷ സഫാരി. ഇതൊരു സൈക്കിളാ മോനെ, ഇതാണ് മോനെ. റെഡ് ഫോർട്ട് നമുക്ക് നോക്കാം. റെഡ് ഫോർട്ട് എന്നാ പറഞ്ഞത്. എവിടേക്ക് നമ്മൾ അറിയാം. എന്താ പറ്റിയേ? ഇതറിയാ